ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം തരക്കേടില്ലാതെ പഠിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ കൂടെ പഠിക്കുന്ന ചിലവർക്ക് ഇങ്ങനെയുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നു, ഞാൻ നല്ലപോലെ പഠിക്കുന്നുണ്ടല്ലോ, അപ്പോ ഓനൊരു ലെവലെത്തും, നല്ലൊരു ലെവലെത്തും, ഫ്യൂച്ചറിൽ നല്ലൊരു ജോലിയൊക്കെ കിട്ടും, നല്ല ശമ്പളമുള്ള ജോലിയൊക്കെ കിട്ടും, അങ്ങനെയുള്ള ഒരു വിചാരം ക്ലാസ്സിലുള്ള പലർക്കും ഉണ്ടായിരുന്നു. സ്പെഷ്യലി എനിക്ക് തന്നെ അങ്ങനെയുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നു. ഞാൻ നല്ലപോലെ പഠിക്കുന്നുണ്ടല്ലോ, നല്ലൊരു ഭാവി ഉണ്ടാവും, നല്ല ശമ്പളമുള്ള ജോലി കിട്ടും എന്നുള്ള വിചാരം എനിക്ക് തന്നെ ഉണ്ടായിരുന്നു. ബട്ട് അറ്റ് ദിസ് ടൈം ഐ എം നത്തിങ്, ബിക്കോസ് എനിക്ക് പറയാൻ തക്കത്തുള്ള ഒരു ശമ്പളമുള്ള ഒരു ജോലിയില്ല, നല്ലൊരു സ്കില്ലില്ല, നല്ലൊരു ഭാവിയില്ല. എനിക്കിപ്പോ അത്യാവശ്യം നല്ലൊരു ഏജ് ആയിട്ടുണ്ട്. പക്ഷെ ആ ഒരു സമയത്തുള്ള വിചാരം എനിക്കിപ്പോ ഇല്ല. കാരണം ഞാൻ ആ ഒരു സമയത്ത് വിചാരിച്ചത് എന്തെങ്കിലുമൊക്കെ പഠിച്ചെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടും. പക്ഷെ ഈ ഒരു സമയത്ത് ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ഉപകാരപ്പെടും, നമുക്ക് നമ്മളെ സ്കില്ല് വർദ്ധിപ്പിക്കുന്ന, നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ സ്കില്ലോ അല്ലെങ്കിൽ സർവീസോ ഒക്കെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. സോ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ഇപ്പോ 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +1 പഠിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞവരാണ്, +1 +2 കഴിഞ്ഞവരാണെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് സ്കില്ല് മെച്ചപ്പെടുത്താൻ പറ്റുന്ന അല്ലെങ്കിൽ സർവീസ് മെച്ചപ്പെടുത്തുന്ന, ഓവറോൾ നോക്കുമ്പോൾ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടേ കാര്യമില്ല. അല്ലാതെ ജസ്റ്റ് ജനറൽ നോളജ്, ബാക്കിയുള്ള നോളജ് അതൊക്കെ ജസ്റ്റ് വെറുതെ വേസ്റ്റ് ഓഫ് ടൈമാണ്. ജസ്റ്റ് സ്കില്ല്, പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ പഠിച്ച് വെക്കുക, എന്നിട്ട് അങ്ങോട്ട് പൈസ ഉണ്ടാക്കുക. അല്ലാതെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഭാവി ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, നിങ്ങളെ വളർത്താൻ സഹായിക്കുന്ന യൂസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ മാത്രമൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, എന്ത് സ്കില്ല് ഈ ഒരു സമയത്ത് പഠിക്കണമെന്ന് അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ.